നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കി. കിടപ്പുമുറിയിൽ വെച്ച് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മറ്റൊരു മുറിയിൽ ഭർത്താവ് തൂങ്ങി മരിക്കുകയായിരുന്നു. പറവൂർ കോട്ടുവള്ളി പഞ്ചായത്തിൽ കൊളയമ്പാട്ടം റോഡിൽ ഡ്രീംസ് വില്ലയിൽ വലത്തുവീട്ടിൽ വിദ്യാധരനാണ് ഭാര്യയെ വനജയെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. അമ്മയെ കൊന്ന ശേഷം താൻ ജീവൻ ഒടുക്കുമെന്ന് പലതവണ വിദ്യാധരൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെയും മകളെ ഫോണിൽ വിളിച്ച് വിദ്യാധരൻ ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് മകൾ വിദ്യാധരന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന അയൽക്കാരെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയായിരുന്നു. ഇവരെത്തി നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദമ്പതികൾക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. സംഭവ സ്ഥലത്ത് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ഇന്ന് രാവിലെ 8:30 ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ കിടപ്പുമുറിയിലെ കട്ടിലിലും വിദ്യാധരനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ചോര വാർന്ന നിലയിലായിരുന്നു വനജയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ രണ്ടുപേരും മാത്രമാണ് 2.5 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടുകളിലാണ് താമസിക്കുന്നത്. ഇളയ മകൾ ദിവ്യ വീടിനടുത്തുള്ള സൗഹൃദ നഗറിലും മൂത്ത മകൾ ദീപ ചങ്ങനാശ്ശേരിയിലുമാണ് കഴിയുന്നത്. വിദ്യാധരൻ എറണാകുളത്തെ സെക്യൂരിറ്റി സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ഭാര്യ നേരത്തെ ഖാദി ബോർഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നു. ഭാര്യയ്ക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളിലായി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലപ്പോഴായി ഇരുവരും വഴക്കുണ്ടാക്കിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ 8:25 ഈ വില്ലേന്ന് ഡ്രീംസ് വില്ല എന്നാണ് എന്റെ പേര്. ഇവിടുന്ന് ഒരു ടീം എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു കൊലപാതകവും ഒരു ആത്മഹത്യ നടന്നെന്ന് പറഞ്ഞു. വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ വിദ്യാരഞ്ജന്റെ വീടാണ്, വാലത്തെ വീടാണ് ഡ്രീംസ് വില്ലയിലെ. നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കട്ടിലുമ്പോൾ കിടക്കുന്ന സ്ത്രീക്ക് ജീവനുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട്. ആംബുലൻസ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ആംബുലൻസ് ഞാൻ വിളിച്ചിട്ട് ഓടി ഇവിടെ വന്നപ്പോഴത്തേക്കും പോലീസും വന്നു. പോലീസ് ഞാൻ കൂടിയാണ് തുറന്നു നോക്കണം. തുറന്നു കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഭർത്താവ് തൂങ്ങിക്കിടക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഭാര്യ അവിടെ ചോരയെ കുളിച്ച് കഴുത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്, മൊബൈൽ ഫോൺ അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ പോലീസുകാർ പറഞ്ഞു മരിച്ചിറക്കണം, ഇനി ആംബുലൻസ് വിളിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തൊട്ടടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മോളെ വിളിച്ച് ഇദ്ദേഹം പറഞ്ഞു അമ്മയെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളോട് മോള് വിളിച്ച് പറഞ്ഞു, 150 മീറ്റർ അപ്പുറത്തുള്ള മോള് വിളിച്ച് പറഞ്ഞു ആ വീട്ടിൽ എന്തോ കുഴപ്പം നടക്കണമെന്ന് പോയി നോക്കാൻ പറഞ്ഞു. ആ പുള്ളി കാലത്ത് ആ വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് കാലത്ത് ഒരു കപ്പങ്ങയൊക്കെ കയ്യിലിട്ട് കപ്പങ്ങ കൊടുക്കാന്നുള്ള കാര്യം അവിടെ ചെന്നപ്പോൾ വാതില് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. തള്ളി തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. പുള്ളിയും ഭയന്നു പോയി. പുള്ളി എന്നോടും ഉടനെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവം. അല്ലാണ്ട് വേറെ ഒരു വിഷയങ്ങളും ഇവിടെ ഇല്ല. പിന്നെ ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്നതാണ്. മോള് ഒരു 150 മീറ്റർ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒരു മോളുള്ളത് ചങ്ങനാശ്ശേരി താമസിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പി രാജേഷ് TR, വടക്കേക്കര ഇൻസ്പെക്ടർ ബിജു KR, ഉദ്യോഗസ്ഥരായ സുധീർ, ഷൈൻ, ജസീന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും.